ഇന്ത്യവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. സെക്രട്ടറിയെ പുകഴ്ത്തി മന്ത്രി വാസവൻ. കടുത്ത ദാരിദ്ര്യത്തോട് പോരാടി IAS പദവിയിലെത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി രാജമാണിക്യത്തെ പുകഴ്ത്തി മന്ത്രി VN വാസവൻ. അദ്ദേഹത്തിന്റെ അൻപോടെ രാജമാണിക്യം എന്ന പുസ്തകം വായിച്ചപ്പോൾ ആ സമയത്തു തന്നെ രാജമാണിക്യത്തെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയെന്നും അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്, അവിടുന്ന് വരുമ്പോൾ ചെന്ന് കാണുമെന്നും മന്ത്രി പറഞ്ഞു. സൂര്യ ഫെസ്റ്റിവലിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. കൂടാതെ അത്രയ്ക്ക് വേദനാജനകമായ സാഹചര്യത്തിലാണ് രാജമാണിക്യം തന്റെ ചെറുപ്പം കഴിഞ്ഞുകൂടുകയും പ്രതിസന്ധികളോട് പോരാടി വിദ്യാഭ്യാസം നേടിയെടുക്കുകയും ചെയ്തത്. ഫീസ് കൊടുക്കാനില്ലാതെ, നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പാടിൽ ജീവിച്ച കാര്യങ്ങൾ വളരെ തീവ്രവും തീക്ഷ്ണവുമായ രീതിയിൽ അദ്ദേഹം പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഏറെ സ്വാധീനിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഇരുട്ടടി എന്ന വാദം തെറ്റെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിരക്ക് വർധന ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിരക്ക് വർധനയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇപ്പോൾ തന്നെ വലിയ വില കൊടുത്താണ് വൈദ്യുതി വാങ്ങുന്നതെന്നും നിരക്ക് വർദ്ധിപ്പിച്ചാലും പകൽ സമയങ്ങളിൽ ഇളവുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതി അതേ നിരക്കിൽ ജനങ്ങൾക്ക് നൽകുമെന്നും ജനങ്ങൾക്ക് ഇരുട്ടടി എന്ന വാദം തെറ്റാണെന്നും കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് നിരക്ക് വർദ്ധിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ പാനൂരിൽ സ്ഫോടനം. ചെണ്ടയാട് കണ്ടോത്തുംചാലിൽ റോഡിന് സമീപമാണ് അർദ്ധരാത്രിയിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. നാടൻ ബോംബ് എറിഞ്ഞെന്നാണ് നിലവിലെ നിഗമനം. പാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് സ്ഫോടനം നടന്നിരുന്നു. എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത്. സുരേഷ് ഗോപിക്ക് ഇനി അഭിനയിക്കാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തും. ഇക്കാര്യത്തിൽ BJP ഉന്നത നേതൃത്വത്തിൽ അനുമതി നൽകി. ഔദ്യോഗിക അനുമതി ഉടൻ ഉണ്ടാകും. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിനായി അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ സിനിമയിലെ കഥാപാത്രമാവാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് 29-നാണ് ആരംഭിക്കുന്നത്. നടു റോഡിൽ പന്തൽ കെട്ടി, പിന്നാലെ പണിയും കിട്ടി. നടപ്പാതകളിലെ ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ വരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിക്കുമ്പോൾ വഞ്ചിയൂർ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും കൺമുന്നിൽ ഗതാഗതം തടഞ്ഞ് റോഡ് കയ്യേറി CPM സ്റ്റേജ് കെട്ടി. പോലീസിന്റെ അനുമതിയില്ലാതെ കെട്ടിയ സ്റ്റേജിന് സൗകര്യമൊരുക്കി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. പൊതു ഇടങ്ങളിൽ കമാനങ്ങളും ഫ്ലക്സും മറ്റ് അനധികൃത നിർമ്മിതികളും പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം തെല്ലും വകവയ്ക്കാതെയാണ് CPM നടു റോഡിൽ പന്തൽ കെട്ടിയത്. ഇതോടെ കോടതിക്ക് മുന്നിലെ തിരക്കേറിയ റോഡിൽ പകൽ മുഴുവൻ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കായിരുന്നു. റോഡിന്റെ ഒരു വശം പൂർണ്ണമായും സ്റ്റേജിനായി കയ്യേറിയതോടെ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരു വശത്തുകൂടി കടത്തിവിടേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ സമയം എടുത്തിരുന്നതിനാൽ വൻ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. സംഭവത്തിൽ CPM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ രാത്രി തന്നെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരുന്നു. കണ്ടാൽ അറിയാവുന്ന 500ഓളം പേർക്കെതിരെയാണ് FIR. എന്നാൽ ഇതിൽ ഭാരവാഹികളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ISRO പ്രോബ 3യുടെ വിക്ഷേപണം വിജയം. ISROയുടെ PSLV C-5-9 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചു. യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച ഇരട്ട പേടകങ്ങൾ വഹിക്കുന്ന പ്രോബ 3 ഉപഗ്രഹങ്ങളുമായാണ് PSLV കുതിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ കവചത്തെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3യിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. പെൺസിംഹത്തിന് അമേരിക്കയിൽ നിന്നും മരുന്ന്. മൃഗശാലയിലെ 6 വയസ്സുകാരി ഗ്രേസി എന്ന സിംഹത്തിന്റെ ചികിത്സയ്ക്ക് അമേരിക്കയിൽ നിന്നും മരുന്നെത്തിച്ചു. ക്രോണിക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന ത്വക്ക് രോഗത്തിനാണ് ചികിത്സ. കാലിന് പുറകിലെ രോമം കൊഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ലബോറട്ടറി ഓഫീസർ ഡോക്ടർ C ഹരീഷ് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സ നടത്തിയിട്ടും രോഗം മാറാതായതോടെയാണ് അമേരിക്കൻ നിർമ്മിത മരുന്നായ സെഫോവേസിൻ എന്ന നൂതന ആന്റിബയോട്ടിക് സോയേറ്റിസ് എന്ന കമ്പനി വഴിയാണ് മൃഗശാലയിൽ എത്തിച്ചത്. നഗരത്തിൽ ഇനി സ്മാർട്ട് ഇരിപ്പിടത്തിൽ വിശ്രമിക്കാം. തിരക്കേറിയ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളുടെ ചുവട്ടിൽ സ്മാർട്ട് ഇരിപ്പിടങ്ങൾ തയ്യാറാകുന്നു. വിദ്യാർത്ഥികൾക്ക് തണലേറ്റ് വിശ്രമിക്കുകയും ഒത്തുകൂടുകയും ചെയ്യാം.
സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നവീകരണം നടക്കുന്ന റോഡുകളുടെ നടപ്പാതയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾക്ക് ചുറ്റുമാണ് ഗ്രാനൈറ്റ് ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുന്നത്. കൂടാതെ നടപ്പാതകളും ഇന്റർലോക്ക് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നുണ്ട്. വഴുതക്കാട് നിന്ന് വെള്ളയമ്പലത്തേക്ക് പോകുന്ന റോഡിൽ ടാഗോർ തിയേറ്ററിന്റെ മുൻവശത്ത് മരങ്ങൾക്ക് ചുറ്റും ഇരിപ്പിടങ്ങൾ ഏറെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ സ്മാർട്ട് സിറ്റിയുടെ മറ്റ് റോഡുകളിലും പണികൾ ആരംഭിച്ചു. ശബരിമലയിൽ പ്രീപെയ്ഡ് ഡോളി സംവിധാനം ഉടൻ വരും. ശബരിമലയിൽ പ്രീപെയ്ഡ് ഡോളി സംവിധാനം ഏർപ്പെടുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. പമ്പ, നീലിമല, സന്നിധാനം എന്നിവിടങ്ങളിൽ കൗണ്ടറുകൾ തുടങ്ങാനാണ് തീരുമാനം. കൗണ്ടറിൽ എത്തുന്നവരുടെ ശരീരഭാരം എടുത്ത ശേഷം ഡോളി സേവനം ഉപയോഗപ്പെടുത്താം. കൂടാതെ ഉപഭോക്താക്കൾ കൗണ്ടറിൽ അടയ്ക്കുന്ന തുക ദേവസ്വം ജീവനക്കാർ ഡോളി തൊഴിലാളികൾക്ക് കൈമാറും. ഇതിലൂടെ നിരക്കിന്റെ പേരിലുള്ള ചൂഷണവും തർക്കവും ഒഴിവാക്കാനാവും. ഒരു വശത്തേക്ക് 3250 രൂപയാണ് ദേവസ്വം ബോർഡ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൗണ്ടർ വരുന്നതോടെ ആളുകളുടെ തൂക്കത്തിനനുസരിച്ച് മാറ്റം വരും. LDF സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വലിയ പ്രതീക്ഷയിൽ UDF കൊണ്ടുവന്ന പ്രോജക്റ്റാണിത്. നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണ്ണമായെന്നും വലിയ സംരംഭങ്ങളോടുള്ള LDF സർക്കാരുകളുടെ നെഗറ്റീവ് നയമാണിതെന്നും ഇതിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറുന്നുവെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടാതെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ കാര്യക്ഷമത കാണിച്ചില്ല, അതിനെ കൊല്ലാക്കൊല ചെയ്തു. UDF കൊണ്ടുവന്ന പദ്ധതിയോട് LDFനുള്ള മനോഭാവം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഏത് സ്മാർട്ട് സിറ്റി, എന്ത് സ്മാർട്ട് സിറ്റി എന്നാണ് ചോദിച്ചതെന്നും ഇതിന് UDF വെറുതെ ഇരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെയ്യാർ ഡാമിൽ സിംഹഗർജനം വീണ്ടും മുഴങ്ങുമോ? നെയ്യാർ ഡാമിൽ 2022 പൂട്ടിയ സിംഹ സഫാരി പാർക്ക് വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് കേന്ദ്ര വനം മന്ത്രി CK ഹരീന്ദ്രൻ MLAക്ക് ഉറപ്പു നൽകി. സന്ദർശകർക്ക് വാഹനങ്ങളിൽ കാട്ടിനുള്ളിൽ പോയി സിംഹങ്ങളെ കാണാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു 1984 പാർക്ക് നിർമ്മിച്ചത്. അന്ന് ഏഷ്യയിലെ രണ്ടാമത്തെ സിംഹ സഫാരി പാർക്കായിരുന്നു ഇത്. തൃശൂർ മൃഗശാലയിൽ നിന്നെത്തിച്ച 4 സിംഹങ്ങളുമായി 5 ഹെക്ടറോളം വിസ്തൃതിയുള്ള മരക്കുന്നം എന്ന ദ്വീപിൽ തുടങ്ങിയ പാർക്ക് ദേശീയ സൂ അതോറിറ്റി ലൈസൻസ് പുതുക്കി നൽകാത്തതിനാലാണ് പൂട്ടേണ്ടി വന്നത്. ലോകത്തെ ഏറ്റവും മോശമായ എയർലൈനുകളുടെ പട്ടികയിൽ ഇൻഡിഗോ. ലോകത്തിലെ ഏറ്റവും മോശം എയർലൈനുകളുടെ പട്ടികയിൽ ഇടം നേടി ഇൻഡിഗോ. രാജ്യത്തെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ പട്ടികയിൽ 103-ാം സ്ഥാനത്താണുള്ളത്. എയർ ഹെൽപ്പ് ഇൻകോർപ്പറേറ്റ് ആണ് 2024 ഏറ്റവും മോശം എയർലൈനുകളുടെ പട്ടിക പുറത്തുവിട്ടത്. അതേസമയം ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഇൻഡിഗോ. കൂടാതെ എയർലൈൻ സർവേയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 3 ഔഷധ സസ്യങ്ങൾ. ശരീരത്തിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് സന്ധികളുടെയും വൃക്കകളുടെയും ആരോഗ്യത്തെ മോശമായി ബാധിക്കാം. ഗൗട്ട്, വൃക്കയിലെ കല്ല് തുടങ്ങി പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് സന്ധിവാതം, വൃക്കയിലെ കല്ലുകൾ, സന്ധിവേദന എന്നിവയുൾപ്പെടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 3 ഔഷധ സസ്യങ്ങൾ. തുളസി യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ തുളസിയിലുണ്ട്. തുളസിയില പതിവായി കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കും. ആര്യവേപ്പിലയ്ക്ക് വിഷാംശം ഇല്ലാതാക്കുന്ന ഗുണങ്ങളുണ്ട്. രക്തശുദ്ധീകരണത്തിന് ഗുണകരമാണ് ആര്യവേപ്പില. അധിക യൂറിക് ആസിഡ് ഉൾപ്പെടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ ഇവ സഹായിക്കുന്നു. മല്ലിയില വീക്കം കുറയ്ക്കാനും ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് ഉൾപ്പെടെയുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു. തേർഡ് ഐ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.